عليهم والصحابة أجمعين أما بعد ഇന്ന് നമ്മൾ പറയുന്ന വരികൾ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇർതകബതു അലൽ ഖതാ ഞാൻ തെറ്റുകൾ ചെയ്തിരിക്കുന്നു ഗൈറ ഹസ്രിൻ വഅദദ് എണ്ണവും ക്ലിപ്തവുമില്ലാത്ത രൂപത്തിൽ ലക അഷ്കു ഫീഹി ആ വിഷയത്തിൽ ഞാൻ അങ്ങയോട് ആവരാതി പറയുന്നു യാ സയ്യിദി ഖൈറൻ നബി പ്രവാചകന്മാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ. അപ്പോൾ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ, ഞാൻ എണ്ണവും ക്ലിപ്തവുമില്ലാത്ത രൂപത്തിൽ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. ആ വിഷയത്തിൽ ഞാൻ അങ്ങയോട് ആവരാതി പറയുന്നു എന്നാണ് ഈ വരിയുടെ അർത്ഥം. തെറ്റിനെ വലിയൊരു കൂമ്പാരമായി സങ്കല്പിച്ച് അത്രയും തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന അവതരണമാണ് ഈ വരിയിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നടത്തുന്നത്. ഒരുപാട് പാപങ്ങൾ ചെയ്ത വിഷയത്തിൽ അല്ലാതെ അതെല്ലാം പുറത്ത് തരുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെയാണ് പുത്തൻവാദികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലാഹുവാണ് പാപങ്ങൾ പുറത്തു തരുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് പുറത്തു തരാനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവിനോട് തങ്ങൾ ആവശ്യപ്പെടണം എന്നാണ് നാം പറയുന്നത്. ഇവിടെ ശിർക്കോ ഹറാമോ ഒന്നും തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ സംഗതി പറയുന്നുണ്ട്. അന അവ്വലു ശാഫിഇൻ വ മുശഫഇൻ, ആദ്യമായി ശുപാർശ ചെയ്യുന്നവരും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരും ഞാനാണ്. പരലോകത്ത് ശുപാർശക്ക് അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടെന്നതിൽ ആർക്കും തർക്കമില്ല. ഏതൊരു വിഷയത്തിലും ശുപാർശ ചെയ്യുന്നവരോട് തായ്മയോടെ ആവലാദികൾ പറയലും നിങ്ങളല്ലാതെ ഞങ്ങൾക്കാരുമില്ല എന്ന് പ്രയോഗിക്കലുമൊക്കെ സർവ്വസാധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് താങ്കൾ ഇടപെട്ട് എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടത് ചെയ്യണം എന്ന് മാത്രമേ ഇതിനർത്ഥമാക്കേണ്ടതുള്ളൂ. അതല്ലാതെ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന വിശേഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പങ്കാളിയാക്കുന്നു എന്നൊന്നും വിശ്വാസികൾ കരുതാറില്ല. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത്തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും തൗബ ചെയ്ത് മടങ്ങുന്നു. ഖുർആൻ പറയുന്നുണ്ട്, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ സ്വന്തത്തോട് അക്രമം ചെയ്തപ്പോൾ അഥവാ പാപം ചെയ്തപ്പോൾ അങ്ങയുടെ അടുത്ത് വരികയും അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ തേടുകയും തിരുദൂതർ അവർക്ക് പൊറുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്താൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമകാരുണ്യവാനുമായ അള്ളാഹുവിനെ അവർക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പാപങ്ങൾ ചെയ്ത് വന്ന ഉമ്മത്തിൽപ്പെട്ട ഒരുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് നബിയെ തങ്ങളോട് തങ്ങളെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് പറയൽ ഒരിക്കലും ശിർക്കല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അടുത്ത വരി, ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഇന്നനാ നർജു, തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇലാ കഅസിൻ, അങ്ങയുടെ കോപ്പയിലേക്ക്, ഹൗളിക, അങ്ങയുടെ ഹൗദുൽ കൗസറിലെ കോപ്പയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ലിൽ അതശി, ഞങ്ങളുടെ ദാഹശമനത്തിന് വേണ്ടി, യൗമ നശ്രി കിതാബി, എൻ്റെ നന്മ തിന്മ രേഖപ്പെടുത്തിയ കിതാബ് വിതരണം ചെയ്യപ്പെടുന്ന നാളിൽ, യാ സയ്യിദി ഖൈറൻ നബി,
പ്രവാചകന്മാരിൽ അത്യുത്തമരായ എൻ്റെ നേതാവേ, ഇപ്പോൾ പ്രവാചകന്മാരിൽ അത്യുത്തമരായ എൻ്റെ നേതാവേ, നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് വിതരണം ചെയ്യപ്പെടുന്ന നാളിൽ ഞങ്ങളുടെ ദാഹശമനത്തിന് വേണ്ടി അങ്ങയുടെ ഹൗദുൽ കൗസറിന്റെ കോപ്പയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൗദുൽ കൗസർ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ എന്ന ഒരു ആഗ്രഹം മുത്തുനബിയോട് നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇതൊരു പ്രാർത്ഥന വരിയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹൗദി മസീറത്തു ശഹരിൻ വസവായാഹു സവാബൻ മാഉഹു അബിയദു മിനൽ ലബൻ വരീഹുഹു അത്യബു മിനൽ മിസ്ക് വകീസാനുഹു കനജൂമിസ് സമാഇ മൻ ശരിബ മിൻഹു ഫലാ യദ്മഉ അബദാ. ഒരു മാസത്തെ വൈദൂരമുണ്ട് എൻ്റെ ഹൗദിന്. അതിൻ്റെ മൂലകൾ സമമാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ്. അതിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന അത്യധികം കോപ്പകളുണ്ട്. ആരെങ്കിലും അതിൽ നിന്നും കുടിച്ചാൽ പിന്നെ അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബൈനമാ അന അസീറു ഫിൽ ജന്ന ഇദാ അന ബിനഹ്രിൻ ഹാഫത്താഉ ഖിബാബു ദുർരിൽ മുജവ്വഫി ഖുൽതു മാ ഹാദാ യാ ജിബ്രീൽ ഖാല ഹാദൽ കൗസർ അല്ലദീ അഅതാക റബ്ബുക ഫഇദാ തീനുഹു ഔ തീബുഹു മിസ്കുൻ അദ്ഫർ. ഞാൻ സ്വർഗത്തിലെ ഒരു നദിയുടെ അരികിലൂടെ നടക്കുമ്പോൾ രണ്ടു വശങ്ങളിലും വളരെ മനോഹരമായ മുത്തുകൊണ്ടുള്ള കുപ്പകൾ കാണുന്നു. ഇതെന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞു, ഇത് അങ്ങയുടെ നാഥൻ തങ്ങൾക്ക് തന്ന ഹൗദുൽ കൗസറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുഗന്ധം വീശുന്ന കസ്തൂരിയെ പോലെയാണ് അതിൻ്റെ മണ്ണ് ഉണ്ടായിരുന്നത്. സിറാത്ത് പാലത്തിന്റെ മുന്നെയാണ് ഹൗദുൽ കൗസർ സ്ഥിതി ചെയ്യുന്നത്. ഹൗദുൽ കൗസറിന്റെ പരിസരത്ത് 70,000 മലക്കുകളെ തീ കൊണ്ടുള്ള വടികളുമായി അനർഹരായ ആളുകളെ ആട്ടിയോടിക്കുന്നതിന് വേണ്ടി അള്ളാഹു വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അർഹതപ്പെടാത്ത ഒരാൾക്കും ഹൗദുൽ കൗസർ ലഭിക്കുകയില്ല, പാപികൾക്ക് ലഭിക്കുകയില്ല. അവിടെ നിന്ന് നമ്മളെ ആട്ടിയോടിക്കാൻ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഒരുപാട് കാലമായി ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഹൗദുൽ കൗസർ ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിത രീതിയാണ് നമുക്കുള്ളതെങ്കിൽ അടിക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള തീ കൊണ്ടുള്ള വടി കൊണ്ട് നാം ആട്ടിയോടിക്കപ്പെടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള റവാത്തിബ് സുന്നത്തുകൾ നാം നിസ്കരിക്കണം, ഖുർആൻ പാരായണം നാം ചെയ്യണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം, മൗലിദ് ചൊല്ലണം, അയൽവാസിയെ സ്നേഹിക്കണം, അതിഥികളെ സൽക്കരിക്കണം, പാവങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കണം. കൗസർ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. ഇവിടെ കൗസർ എന്നതിന്റെ ഉദ്ദേശം ഹൗദുൽ കൗസറാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണെന്നും അവിടത്തേക്ക് ഖുർആൻ നൽകിയതിനെ കുറിച്ചാണെന്നും പല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. എന്നാൽ അൽ കൗസർ എന്ന പദത്തിന്റെ നേരർത്ഥം ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ, ദാഹം അകറ്റാൻ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.